ബഹ്റൈൻ ദിനാറിന്റെ മൂല്യം ഇന്നും ഉയർന്നു തന്നെ. ഒരു ദിനാറിൽ നിന്ന് ലഭിക്കുന്നത് 233.86 രൂപ. യുഎസിന്റെ 50% തീരുവയാണ് എക്കാലത്തെയും താഴ്ചയിലേക്ക് രൂപയെ തള്ളിയിട്ടത്. വ്യാജ ബിരുദം ഉപയോഗിച്ച് 13 വർഷം ജോലി ചെയ്ത സംഭവത്തിൽ ഏഷ്യൻ പ്രവാസിക്ക് 10 വർഷം തടവ് ശിക്ഷ വിധിച്ച് ബഹ്റൈൻ കോടതി. പ്രതി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ 2010 മുതൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു വരികയായിരുന്നു. ബഹ്റൈനിൽ തൊഴിലുടമയുടെ പ്രതിമാസ ഇൻഷുറൻസ് വിഹിതം പ്രതിവർഷം 1% വീതം വർദ്ധിപ്പിച്ച് 2028 ആകുമ്പോഴേക്കും 20% ആകുമെന്ന് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ. ടിക്ടോക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അധികൃതർ. സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ നിയമം ലംഘിക്കുന്നതോ സാമൂഹിക സമാധാനം തകർക്കുന്നതോ ആയ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണമെന്നും സൈബർ സുരക്ഷാ ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സ്കൂൾ ബാഗ് ഉപയോഗത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി എംപിമാർ. ഇക്കാര്യത്തിൽ സൗദിയെ മാതൃകയാക്കാൻ ബഹ്റൈനിനോട് ആഹ്വാനം ചെയ്തു. മുഹറക്കിലെ പോളിംഗ് പാത്തിൽ സ്ഥാപിക്കാനുള്ള കിയോസ്കുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് വാസ്തുശില്പികളെയും ഡിസൈനർമാരെയും ക്ഷണിച്ച് ബഹ്റൈൻ. ബഹ്റൈനിന്റെ പവിഴമുത്ത് വ്യാപാര പൈതൃകം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. വഴിയിൽ തടഞ്ഞു നിർത്തി പാസ്പോർട്ട് മോഷ്ടിച്ച് കടന്നുകളഞ്ഞ 2 പ്രതികൾക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച് ഹൈ ക്രിമിനൽ കോടതി. പ്രതികളിൽ ഒരാൾ മുൻപും നിരവധി കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ആളാണെന്ന് കോടതി രേഖകൾ.